കേരളത്തിൽ പ്രത്യേകിച്ച് പാമ്പുകടി മൂലമുള്ള മരണങ്ങൾ വളരെ കൂടുതലായി വരുകയും പത്രമാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് പാമ്പുകടിയുടെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചെറിയ സംസാരമാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലും അതേപോലെ തന്നെ കൃഷിയെ കാര്യമായി ആശ്രയിക്കുന്ന പ്രദേശങ്ങളിൽ, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലുമൊക്കെയാണ് പാമ്പുകടി സാധാരണ ഒരു സാമൂഹ്യ പൊതുജനാരോഗ്യ പ്രശ്നമായി മാറുന്നത്. മഴക്കാലത്ത് അതേപോലെ കൃഷി സംബന്ധമായ പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്ന സമയങ്ങളിലൊക്കെ പാമ്പുകടിയുടെ സാധ്യതകൾ വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ അസഹനീയമായ ചൂട് കാരണം പാമ്പുകടി ഏൽക്കുന്ന അല്ലെങ്കിൽ പാമ്പുകൾ മാളങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ഇന്ന് സാധാരണമായിരിക്കുകയാണ്. മഴക്കാലത്ത് പാമ്പുകൾ അധിവസിക്കുന്ന പാമ്പുകളുടെ മാളങ്ങളിൽ നിന്ന്, പൊത്തുകളിൽ നിന്ന് വെള്ളം നിറഞ്ഞതുകൊണ്ടാണ് പാമ്പുകൾ പുറമേക്ക് വരാനുള്ള കാരണം. എന്തുകൊണ്ടാണ് പാമ്പുകടി വളരെ അപകടകരമായ ഒരു കാര്യമായി മനസ്സിലാക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാം. പാമ്പുകടി മൂലം മരണമടക്കം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്നാൽ ഈ പാമ്പുകടിയുടെ കാരണമായി പറയുന്നത് സാധാരണ പട്ടികടിയെപ്പോലെ അതല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളെപ്പോലെ ഓടി വന്ന് ആക്രമിക്കുന്ന ഒരു ജീവിയല്ല പാമ്പ്. സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് സാധാരണ പാമ്പുകൾ കടിക്കാറുള്ളത്. നടന്നു പോകുമ്പോൾ അറിയാതെ പാമ്പിനെ ചവിട്ടുകയോ പാമ്പിനെ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ പാമ്പുകൾ ആക്രമിക്കാൻ വരുന്നത്. കൃഷിയിടങ്ങളിൽ, തോട്ടങ്ങളിൽ വെളിച്ചമില്ലാതെ രാത്രിയിൽ നടക്കുമ്പോൾ പുല്ലുകൾ, അതേപോലെ വിറക് കൂട്ടിയിട്ട സ്ഥലങ്ങൾ, കല്ലുകൾ കൂട്ടിയിട്ട സ്ഥലങ്ങൾ, ചെടികൾക്കിടയിലൊക്കെയാണ് പാമ്പുകൾ സാധാരണ താമസിക്കുക. അതിലൂടെ അശ്രദ്ധമായി നടന്നു പോവുകയോ അതല്ലെങ്കിൽ അവയെ ചവിട്ടുകയോ അല്ലെങ്കിൽ പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് പാമ്പുകൾ മനുഷ്യരെ കടിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ ഈ വിഷയത്തിൽ നല്ല ഒരു ധാരണ നമുക്കുണ്ടാകും. പ്രധാനമായും നമ്മുടെ നാട്ടിൽ വിഷമുള്ള പാമ്പുകളിൽ മൂർഖൻ പാമ്പ്, അണലി, ശംഖുവരയൻ എന്നറിയപ്പെടുന്ന ക്രയറ്റ്, പിന്നെ നീർവമ്പാല എന്ന് പറയുന്ന സ്കെയിൽഡ് വൈപ്പർ എന്ന് പറയുന്ന അത്തരത്തിലുള്ള പാമ്പുകളാണ് അപകടകാരികളായ പാമ്പുകൾ. എന്നാൽ ഏതാണ്ട് ഇന്ത്യയിൽ കണ്ടുവരുന്ന പാമ്പുകളിൽ 80% വിഷമില്ലാത്ത പാമ്പുകളാണ് എന്നാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ഇതിൽ നാഡീവ്യവസ്ഥയെ, തലച്ചോറിനെയൊക്കെ ബാധിക്കുന്ന ന്യൂറോടോക്സിക് വിഷമുള്ള മൂർഖൻ പാമ്പ്, ശംഖുവരയനൊക്കെ വരും. എന്നാൽ രക്തം കട്ട പിടിപ്പിച്ച് അപകടമുണ്ടാക്കുന്ന അണലി, നീർവമ്പാല രൂപത്തിലുള്ള പാമ്പുകളുമുണ്ട്. അപൂർവം ചില പാമ്പുകൾ അവർ മാംസപേശികളെ ബാധിക്കുന്നതും അതേപോലെ ആ കടിച്ച സ്ഥലം പൊള്ളി കോശങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള പാമ്പുകളുമുണ്ട്. ഞാനത് പൊതുവായി ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. സാധാരണ പാമ്പ് കടിച്ചോ ഇല്ലേ എന്നറിയാനുള്ള എളുപ്പമാർഗം കടിയേറ്റ ഭാഗത്ത് കഠിനമായ വേദനയും വീക്കവും ഉണ്ടാകുക, ചിലപ്പോൾ കടിയേറ്റ ഭാഗത്തുനിന്ന് നിലക്കാതെ രക്തം വരിക, ആ ഭാഗത്തോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നീല നിറമോ അല്ലെങ്കിൽ നിറവ്യത്യാസമോ വരിക, ചെറിയ രൂപത്തിലുള്ള പൊള്ളൽ രൂപത്തിലൊക്കെ വരാം സാധാരണ പാമ്പുകടിയുടെ ലക്ഷണങ്ങൾ. അതിൻ്റെ കൂടെ തലകറക്കം, ഛർദി, ശ്വാസം മുട്ടൽ, അമിതമായ വിയർപ്പ്, കാഴ്ച മങ്ങുക, സംസാരത്തിനുള്ള ബുദ്ധിമുട്ട്, ബോധക്ഷയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യം
ശ്വാസം മുട്ടുക എന്നുള്ള കാര്യവും അതേപോലെ കണ്ണടഞ്ഞു പോവുക, കണ്ണിൻ്റെ പോള അടഞ്ഞു പോവുക എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ കാഴ്ച മങ്ങുന്നു എന്ന് പറയുക, സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ കഴിയാതെ ആവുക തുടങ്ങിയ ലക്ഷണങ്ങൾ വിഷപ്പാമ്പിൻ്റെ കടിയേറ്റതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി ഇതിൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ, അതാണല്ലോ നമ്മൾ പ്രധാനമായും അറിയേണ്ടത്. പ്രഥമ ശുശ്രൂഷ, പാമ്പ് കടിയേറ്റ ആളെ ശാന്തമായി ഒരു സ്ഥലത്ത് കിടത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുക, പേടിക്കേണ്ടതില്ല, ഇന്ത്യയിലെ പാമ്പുകളിൽ 80% വിഷമില്ലാത്ത പാമ്പുകളാണ്. ചേര പോലെയുള്ള പാമ്പുകളാണ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ വീടിനോടൊക്കെ സംബന്ധിച്ചുണ്ടാകുക. അത് അപകടകാരിയല്ല, പേടിക്കണ്ട എന്ന് പറയുമ്പോൾ തന്നെ മഹാഭൂരിപക്ഷം ആളുകളും ആശ്വാസത്തോടു കൂടി സമാധാനപ്പെടുന്നതാകും. കാരണം നമ്മൾ ഇത്തരം ആളുകളെ പേടിപ്പിച്ചാൽ പറ്റുന്നൊരു പ്രശ്നം, അത് നമ്മളൊന്ന് ശാസ്ത്രീയമായി അറിയേണ്ടതുണ്ട്. പേടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഹാർട്ട് ബീറ്റുകൾ കൂടുതലാവും. ഹാർട്ട് ബീറ്റ് കൂടുതലായാൽ രക്തസംക്രമണം കൂടുതലാവും. അപ്പോൾ ഈ കടിയേറ്റ ഭാഗത്ത് കൂടുതൽ രക്തം ചെന്ന് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ രക്തം, ഈ കടിയേറ്റ ഭാഗത്തുള്ള വിഷം വളരെ പെട്ടെന്ന് ശരീരത്തിലേക്ക് വ്യാപിക്കുകയും പല തലച്ചോറിനെയും ഹൃദയത്തെയും ഒക്കെ ബാധിക്കുന്നത് കൊണ്ടാണ് സമാധാനിപ്പിക്കണം, പേടിപ്പിക്കരുത്. ചില ആൾക്കാരൊക്കെ ചില കഥകൾ പറയാറുണ്ട്. 8 അടി മൂർഖൻ എന്ന് പറഞ്ഞൊരു പാമ്പുണ്ട്, അത് കടിച്ചാൽ 8 അടി നടക്കുമ്പോഴേക്ക് ആൾ മരിച്ചു പോകുന്നൊക്കെ ഉള്ള ജാതി പേടിപ്പിക്കലുകൾ ഒരിക്കലും നടത്താൻ പാടില്ല. പിന്നെ കയ്യിനൊക്കെയാണ് കടിയേറ്റിട്ടുണ്ടെങ്കിൽ ആ കയ്യ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉയരത്തിനേക്കാൾ കുറച്ചും കൂടി ഉയർത്തിപ്പിടിക്കുന്നത്, ഹൃദയത്തിൻ്റെ ഉയരത്തിന് താഴെ നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉയർത്താൻ പാടില്ല. കാരണം ഉയർത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതെന്താകും, ഹൃദയത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കടിച്ച കൈ നമ്മൾ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി കൈ പൊന്തിക്കുകയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ കൈ താഴ്ത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. സാധാരണ ഇതിൻ്റെ പ്രഥമ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ പറയാറുണ്ട് ക്യാരി നോ റൈറ്റ് എന്ന് പറയാം. കാരണം ഈ പറ്റിയ കടിയേറ്റ ആളെ വളരെ പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് ഒരു നമ്മുടെ ആക്സിഡൻറ്റിലൊക്കെ പറ്റിയ ആളുകളെ നമ്മൾ ചെയ്യുന്നത് പോലെ എടുത്തുകൊണ്ടോ ട്രോളിയിലോ അതല്ലെങ്കിൽ ഇതിനുള്ള സ്പൈൻ ബോർഡ് എന്ന് പറയുന്ന ബോർഡുകളുണ്ട്, ഇതിലോ നമ്മൾ കെടുത്തിക്കൊണ്ടാക്കിയാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും മുറിവ് കീറുകയോ അത് വിഷം കളയാൻ വേണ്ടി കീറുക എന്നൊക്കെ പണ്ട് ഒരു 80കളിലൊക്കെ പഠിപ്പിച്ചിരുന്നു. ഒരു ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ക്രോസ് മാർക്ക് ഇടുക, അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. രണ്ടാമത്, ഇതിൻ്റെ മുകളിൽ നമ്മൾ മുറുക്കി കെട്ടാൻ പാടില്ല. പലരും കട്ടിയുള്ള തുണി കൊണ്ടോ അല്ലെങ്കിൽ കയറ് കൊണ്ടൊക്കെ മുറുക്കി അതിൻ്റെ മുകളിൽ കെട്ടും. അതും പണ്ട് പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് കെട്ടുന്നത് അപകടം ചെയ്യും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുറിവിൻ്റെ മേലെ, കടിച്ച മുറിവിൻ്റെ മേലെ കെട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം എൻ്റെ തന്നെ അനുഭവത്തിലുണ്ട്, ഒരു പേഷ്യൻറ്റിനെ വളരെ ദൂരമുള്ളൊരു സ്ഥലത്തിൽ നിന്ന് അവർ കാല് വയറുപയോഗിച്ച് നല്ല കെട്ടി വന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആശുപത്രിയിലെത്തിയത്. നോക്കിയപ്പോൾ കടിച്ചത് വിഷമില്ലാത്ത പാമ്പാണ്, പക്ഷേ കാലിന് രക്തപ്രവാഹം നിന്നിട്ട് ആ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു എന്നുള്ള ഒരു സംഭവം എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കെട്ടേണ്ട ആവശ്യമില്ല. പിന്നെ വായ വെച്ച് വലിച്ച് തുപ്പി വിഷം കളയുക തുടങ്ങിയ പരിപാടികൾ ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് ഗുണമില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വായിലേക്ക് വിഷം വന്നാൽ വായിൽ വല്ല മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ അത് നമുക്കും കൂടി അപകടം വരുന്ന ഒരു കാര്യമാണ്. മരുന്നുകൾ പുരട്ടുക, പച്ചമരുന്ന് തേക്കുക, ഐസ് കട്ട വെക്കുക, ഇതൊന്നും നമ്മൾ മുറിവിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ക്യാരി നോ റൈറ്റ് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ രോഗിയെ, കടിയേറ്റ ആളെ സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക. അതുപോലെ തന്നെ ഈ കടിയേറ്റ ഭാഗത്ത് മോതിരം, വാച്ച് അല്ലെങ്കിൽ ടൈറ്റായി എന്തെങ്കിലും ഡ്രസ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക, അതെടുത്ത് ഒഴിവാക്കുക. കാരണം കുറച്ച് കഴിഞ്ഞ് അവിടെ വീക്കം വരുമ്പോൾ പിന്നെ ഇത് എടുത്തു മാറ്റണമെങ്കിൽ അത് കട്ട് ചെയ്യേണ്ടതൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഉടൻ തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വാച്ച്, മോതിരം തുടങ്ങിയവ റിമൂവ് ചെയ്യുക. ഇമ്മൊബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിശ്ചലമായി കിടത്തുക. പറ്റുമെങ്കിൽ നമ്മൾ
ആക്സിഡൻറ്റ് പറ്റിയ ആളുകൾക്ക്, കൈകാലുകൾ ഒടിഞ്ഞ ആൾക്കാർക്ക് കെട്ടിവെക്കുന്നത് പോലെ ഒരു സ്പ്ലിൻ്റ് ഇടുന്നത് നല്ലതാണ്. സൗകര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തുക, ആംബുലൻസ് വിളിക്കുക. അതുപോലെ ഈ കടിയേറ്റ സമയം നമ്മളൊന്ന് നോട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പലപ്പോഴും നമ്മളെ ബേജാറിൻ്റെ ഇടയിൽ പറയും ഇപ്പോൾ കഴിഞ്ഞ പോലെ നമുക്ക് തോന്നുള്ളൂ, പക്ഷേ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം എപ്പോഴാണ് കടിയേറ്റത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുകയും പ്രത്യേകമായി നമ്മളത് ഡോക്ടറോട് ഈ വിഷയങ്ങൾ പറയുകയും ചെയ്യണം. പിന്നെ ഇതിനെ ഒരു നിസ്സാരമാക്കി നമ്മൾ കാണാൻ പാടില്ല. പല ആൾക്കാരും കടിച്ചോന്നൊരു സംശയം കോറിയിട്ടുള്ളൂ, അത് ചിലപ്പോൾ ചില്ല് തട്ടിയതായിരിക്കും, അതല്ലെങ്കിൽ അത് മരത്തിൻ്റെ ഒരു ചെടീൻ്റെ മുള്ളു തട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് നിസ്സാരമാക്കുന്ന ആളുകളാണ് പല ആൾക്കാരും പിന്നീട് കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യത. ഉള്ളതുപോലെ പറയുക, എനിക്ക് സംശയമുണ്ട് പാമ്പാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടേക്ക് ചെല്ലുക, അത് ഡോക്ടറോട് പറയുക. പിന്നെ ഒരിക്കലും നമ്മൾ ഈ പാമ്പിനെ പിടിക്കാൻ വേണ്ടി നടക്കരുത്. ചില ആൾക്കാരൊക്കെ പാമ്പിനെ ഒരു പാത്രത്തിലാക്കിയിട്ട് കെട്ടിയിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ പാമ്പിനെ അടിച്ച് കൊന്നിട്ട് കൊണ്ടുവരിക, അതൊരു കവറിലാക്കുക, ജീവനുള്ള പാമ്പിനെ പിടിക്കുക. ഇതൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഏത് പാമ്പ് കടിച്ചാലും വിഷമുള്ള പാമ്പാണെങ്കിൽ ഇതിന് ഒരുമിച്ചുള്ള മരുന്നാണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ പാമ്പ് ഏത് എന്നുള്ളത് നമ്മൾ തീരെ പരിഗണിക്കേണ്ട ഒരു കാര്യമല്ല ഈ വിഷയത്തിൽ, പാമ്പിനെ കിട്ടുക എന്നുള്ളത്. ചില ആൾക്കാരൊക്കെ അവിടെ ആ ഭാഗത്തുള്ള വേറെ ഏതോ ഒരു മടയിൽ കിടക്കുന്ന വിഷമില്ലാത്ത ചേര പാമ്പിനെയൊക്കെ എടുത്തുകൊണ്ട് വരാറുണ്ട്. കടിച്ച പാമ്പ് വേറെ എവിടെയോ പോയിട്ടുണ്ടാവും, പുതിയൊരു പാമ്പിനെ പിടിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അതൊരിക്കലും നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. പിന്നീട് ഇതിൻ്റെ ചികിത്സാ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ASV എന്ന് പറയുന്ന ആൻറ്റി സ്നേക്ക് വേനം എന്ന് അറിയപ്പെടുന്ന മരുന്നാണ് സാധാരണ ഇതിൽ കൊടുക്കുക. അപ്പോൾ ഇത്തരം ഒരു രോഗി എത്തിയ ഉടനെ തന്നെ ഈ രോഗിയുടെ രക്തം പരിശോധിച്ചിട്ട് വിഷമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എളുപ്പത്തിൽ പറയാൻ കഴിയും. വിഷമുള്ളതാണെങ്കിൽ അപ്പോൾ തന്നെ ASV എന്ന് പറയുന്ന ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം, ഈ നമ്മൾ പോകുന്ന ആശുപത്രിയിൽ ഈ മരുന്ന് ലഭ്യമാണോ എന്ന് ഒന്ന് വിളിച്ചു ചോദിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും പല ആശുപത്രികളിലും ഈ മരുന്ന് ഉണ്ടാവില്ല. സർക്കാർ സംവിധാനത്തിൽ ഇപ്പോൾ മരുന്ന് നന്നായി അവൈലബിൾ ആണ്. അപ്പോൾ അല്ലെങ്കിൽ അത് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവിടെ പോയാൽ മതി. മറ്റൊരു ആശുപത്രി പോയി അവിടെ കുറേ സമയം തിരിഞ്ഞു കളിച്ചു, അവിടെ അവസാനം മരുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത ആശുപത്രിക്ക് പോകേണ്ട അവസ്ഥ ഇല്ലാതാക്കാൻ നമ്മൾ നോക്കണം. എത്ര നേരത്തെ മരുന്ന് കൊടുത്തോ അത്രയും ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഒരു മരുന്നാണ് ASV എന്നുള്ളത്. ചില ആളുകൾക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം ആളുകൾക്ക് പ്രത്യേക അലർജിക്കുള്ളൊരു മരുന്നും കൂടി കൊടുത്താൽ മതി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിലേറ്റവും അപകടകരം പലപ്പോഴും ഈ വിഷചികിത്സ എന്ന് പറയുന്ന ചികിത്സാ സംവിധാനങ്ങളിലേക്ക് ആളുകൾ പോകും. ആയുർവേദം, യുനാനി, ഹോമിയോ, അതിലൊക്കെ എന്തൊക്കെയോ മരുന്നും പച്ചമരുന്നൊക്കെ അവിടെ കെട്ടി വെക്കുക, ഛർദ്ദിപ്പിക്കുക തുടങ്ങിയ സംഭവം. ഇതിൽ നടത്തിയ പഠനങ്ങൾ മഹാഭൂരിപക്ഷം ആളുകൾക്കും ഈ കോംപ്ലിക്കേഷൻസ് വരാനുള്ള കാരണം ഇത്തരത്തിലുള്ള ചികിത്സയിൽ പോയി 1 ദിവസമോ 2 ദിവസമോ കഴിഞ്ഞ് വൃക്കയുടെ പ്രവർത്തനം തകരാറിലാവുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നതാണ്. അപ്പോൾ നേരിട്ട് മോഡേൺ മെഡിസിനിൽ ASV എന്ന് പറയുന്ന ഒരു മരുന്ന് ഗവൺമെൻറ് ആശുപത്രികളിൽ സൗജന്യമായി കിട്ടും. ആ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ വൃക്കയുടെ പ്രവർത്തനങ്ങൾ തകരാറിലാകും, അമിതമായ രക്തസ്രാവം ഉണ്ടാകും, ചിലപ്പോൾ റെസ്പിറേറ്ററി പാരാലിസിസ് എന്ന് പറയുന്ന ശ്വാസകോശം തന്നെ പ്രവർത്തിക്കാതെയാകും, കാല് മുറിക്കേണ്ട സാഹചര്യം വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിലെ മുൻകരുതലുകൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒന്ന്, കൃഷിസ്ഥലത്ത് ഇത്തരം പാമ്പ് കടിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഇതിന് പറ്റിയ ഒരു പ്രത്യേകമായ ബൂട്ടുകളും കയ്യുറകളുമുണ്ട്. ഈ സാധാരണ നമ്മൾ ടാർ പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ബൂട്ടുകളുണ്ടല്ലോ, വലിയ ബൂട്ടുകൾ, അല്ലെങ്കിൽ കയ്യുറകൾ ഉപയോഗിക്കുക. രാത്രി നടക്കുമ്പോൾ ടോർച്ചോ ലൈറ്റോ നമ്മുടെ കയ്യിൽ വേണം. ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടായതുകൊണ്ട് അതിൽ തന്നെ ലൈറ്റ് ഉണ്ടാകും, അത് അടിച്ചുകൊണ്ട് നടക്കുക. പിന്നെ വീടിനകത്തും പുറത്തുമൊക്കെ മാലിന്യങ്ങൾ കൂട്ടിയിടാതിരിക്കുക. കുറേ വിറക് കുറേ കൂട്ടിയിട്ടുണ്ടാവും, കുറേ കല്ല് ആവശ്യമില്ലാതെ അടുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സാധനങ്ങൾ നമ്മൾ നീക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും നിലത്ത് കിടന്നുറങ്ങരുത്. പ്രത്യേകിച്ച് കുറച്ച് പാവപ്പെട്ട വീടുകളിലൊക്കെ നിലത്ത് കിടന്നുറങ്ങുന്ന രൂപം ഉണ്ടാവും. വേനൽക്കാലല്ലേ, നമ്മൾ നിലത്താണ് കിടന്നാൽ മതി. നിലത്ത് കിടക്കുന്ന ആളുകളെയാണ് കൂടുതൽ പാമ്പുകൾ കടിക്കുന്നത്. പിന്നീട് ഈ പാമ്പിനെ കണ്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനെ പാമ്പ് പിടിക്കാൻ വേണ്ടി വന്യജീവി വകുപ്പിലുള്ള അധികൃതരുണ്ട്, അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പാമ്പ് കടിയേറ്റ ആളെ ഭയപ്പെടുത്തരുത്, അനക്കാതെ നടത്തിക്കാതെ ഓടിക്കാതെ നമ്മൾ ഇദ്ദേഹത്തെ സുരക്ഷിതമായി എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ നടത്തുക എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.